വചനം, തിരുവചനം, ജീവൻ നൽകിയ വചനം, ജീവന്റെ വചനം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ മക്കൾക്കും വന്ദനം. പ്രത്യേകമായി ജീവന്റെ വചനം എന്ന ഈ ഓൺലൈൻ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവജനങ്ങൾക്കും എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ അനുഭവിക്കുന്ന പല രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷ കാണുന്ന എല്ലാ മക്കളിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നിമിഷം വ്യാപരിക്കാൻ പോവുകയാണ്. നമ്മൾക്ക് ഈ ഇരടികൾ പാടിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദത്തോടെ നമ്മളായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷ അനുഭവിക്കുന്ന എല്ലാ മക്കളിലേക്കും കർത്താവിൻ്റെ ഉന്നതമായ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എല്ലാ മക്കളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ മുകളിലേക്ക് പൊക്കിയടിച്ച് ശക്തിയോടെ രാജാവും നീ, ആരിലും ആരാധ്യൻ നീ, രാജാവും നീ. പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. കർമ്മമുള്ള തട്ടി ആരാധ്യൻ നീ, രാജാവും നീ, ആരിലും ആരാധ്യൻ നീ, രാജാവും നീ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ നമ്മൾ ഒന്നുചേർന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഈ നിമിഷം എല്ലാ സ്ഥലങ്ങളിലായിരിക്കും പൂർണ്ണമായും എല്ലാ ഈ ശുശ്രൂഷ കാണുന്ന എല്ലാ മക്കളിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേ സുനാഥാ. എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേ സുനാഥാ. ആശ്രയമാ നീ അല്ലാതെ ആരുള്ളു എൻ ദൈവമേ. ആശ്രയമാ നീ അല്ലാതെ ആരുള്ളു
ആയിരിക്കുന്ന എല്ലാ അവസ്ഥയിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അവിടുത്തെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാനും പഠിക്കുവാനും ഏഴകളുടെ ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ബാറഖുമോർ. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം. ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ആമീൻ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറഖുമോർ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ജാതി മത സഭ വർണ്ണവർഗ വ്യത്യാസമന്യേ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. യക്കോബായ സുറിയാനി സഭയുടെ കീഴിൽ ശ്രേഷ്ഠ കത്തോലിക്ക ബാവ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സെൻറ്റ് ജോൺസ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ്. സമൂഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെയും അനാഥരുടെയും രോഗികളുടെയും പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടുന്നതായ സഹായങ്ങൾ നൽകി യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വളർത്തിയെടുക്കുക എന്നുള്ള ദൗത്യമാണ് സെൻറ്റ് ജോൺസ് മിഷൻ ചെയ്യുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ശനിയാഴ്ചയും ഏകദിന ധ്യാനം നടക്കുന്നു. എല്ലാ മൂന്നാമത്തെ ഞായറാഴ്ച ആരംഭിച്ച് വ്യാഴാഴ്ച അവസാനിക്കുന്നതായ 5 ദിവസത്തെ ആന്തരിക വിശുദ്ധീകരണ ധ്യാനം നടക്കുന്നു. എല്ലാ രണ്ടാം തിങ്കളാഴ്ചകളിലും നമുക്ക് മുഴുരാത്രി പ്രാർത്ഥന നടക്കുന്നു. എല്ലാ ദിവസവും സെൻറ്റ് ജോൺസ് മിഷനിൽ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നു. 24 മണിക്കൂറും നിങ്ങൾക്ക് ഈ മിഷനിലേക്ക് വിളിക്കാം. ഏത് സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെടാം. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. എല്ലാ തിങ്കളാഴ്ചകളിലും നമ്മൾ വീടുകൾ കയറി ഇറങ്ങി സുവിശേഷം അറിയിക്കുകയും പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായവും നൽകി വരുന്നു. അതുപോലെ എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മൾ ആശുപത്രികളിൽ സന്ദർശിച്ച് അവർക്ക് മരുന്ന്, ഭക്ഷണം, അതുപോലെ തന്നെ സുവിശേഷമൊക്കെ അറിയിക്കുന്നു. നിങ്ങൾക്കും കടന്നു വന്നതിൽ സഹകരിക്കാം. എല്ലാ ബുധനാഴ്ചകളിലും ധ്യാന കേന്ദ്രത്തിൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മൾക്ക് 2 അനാഥ മന്ദിരങ്ങളുണ്ട്. 77 കുഞ്ഞുങ്ങളടങ്ങുന്ന ഒരു 2 ഓർഫനേജ് പ്രവർത്തിക്കുന്നു. അവിടെ എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മൾ ഒരുമിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് വരെ 103 ഭവനങ്ങൾ പണിതു കൊടുക്കുവാൻ ദൈവം സാധിപ്പിച്ചു. അടുത്ത ആഴ്ച 104ാമത്തെ ഭവനത്തിൻ്റെ പണി ആരംഭിക്കുകയാണ്. ഈ വർഷം നമ്മൾ 5 ഭവനങ്ങളാണ് പണിയാനായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. പടുത വലിച്ചു കിട്ടി പുറംപോക്കിൽ കിടക്കുന്ന ഗവൺമെൻറ്റിൽ നിന്ന് പൈസ കിട്ടാൻ സാധ്യതയില്ലാത്ത കുടുംബങ്ങൾക്കാണ് നമ്മൾ വീടുകൾ വെച്ച് കൊടുക്കുന്നത്. ദൈവം അനുവദിച്ചാൽ ഈ വർഷം 5 ഭവനങ്ങളാണ് പണിയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ 787 പെൺകുട്ടികളുടെ വിവാഹത്തിന് ചെറുതും വലുതുമായി ചില കുട്ടികളുടെ പൂർണ്ണമായി ഏറ്റെടുക്കാനും ചില കുട്ടികൾക്ക് ഭാഗികമായി നടത്തുവാനും ദൈവം സാധിപ്പിച്ചു. 47 കുഞ്ഞുങ്ങളെ നമ്മുടെ ഓർഫനേജ് കൂടാതെ അവരുടെ വീടുകളിൽ നിർത്തി നമ്മൾ സ്കോളർഷിപ്പ് കൊടുത്ത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഇവിടെ പാവപ്പെട്ടവർക്ക് അരി വിതരണമുണ്ട്. എല്ലാ ദിവസവും സെൻറ്റ് ജോൺസ് ധ്യാന കേന്ദ്രത്തിൽ വിശപ്പുരഹിത ഗോതമംഗലം എപ്പോൾ വന്നാലും പാവപ്പെട്ടവർക്കൂടെ ഭക്ഷണം ഒരുക്കുന്നുണ്ട്. എല്ലാ വെള്ളിയും ശനിയും അനേക രോഗികൾക്ക്, ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ, ഡയാലിസിസ് ഉൾപ്പെടെ ചികിത്സാ സഹായം ചെയ്തു വരുന്നു. അങ്ങനെ ജീവകാരുണ്യ പ്രവൃത്തിയിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുന്ന സംഘടനയാണ് സെൻറ്റ് ജോൺസ് മിഷൻ ധ്യാന കേന്ദ്രം. പ്രിയമുള്ളവരെ, അച്ഛന്മാരും സിസ്റ്റേഴ്സും സുവിശേഷകരും മിഷണറിമാരും കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ 5 സ്റ്റേറ്റുകളിൽ നമുക്ക് മിഷണറിമാരുണ്ട്. ആന്ധ്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, ആസാം,
ഛത്തീസ്ഗഡ്, ഇങ്ങനെ 5 സംസ്ഥാനങ്ങളിലായി നമ്മുടെ മിഷണറിമാർ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ സെൻറ്റ് ജോൺസ് മിഷനെ ഓർക്കണം. ജീവൻ്റെ വചനമെന്ന ഓൺലൈൻ പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം. നിങ്ങൾക്കിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ആർക്കെങ്കിലും ഒരു ദിവസത്തെ ജീവൻ്റെ വചനമെന്ന ഓൺലൈൻ പ്രോഗ്രാം ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കുന്നതായ ഈ പ്രോഗ്രാം കേൾക്കുന്ന അനേകർ മറ്റുള്ളവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വിശുദ്ധ ലൂക്കോസ് 5:12 നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അവനൊരു പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിണ്ണു വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അവനോട് അപേക്ഷിച്ചു. യേശു കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി. അവനോട്, ഇത് ആരോടും പറയരുത്, എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശ കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്കുക എന്ന് അവനോട് കൽപ്പിച്ചു. എന്നാൽ അവനെക്കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്ന് അവനോ നിർജ്ജനദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. ആകാശത്തെ ചൺകൊണ്ടളക്കാൻ കെൽപ്പുള്ള ദൈവം, പർവ്വതങ്ങളെ വെള്ളിക്കോലിൽ തൂക്കാൻ കെൽപ്പുള്ള ദൈവം, കുന്നുകളെ തുലാസിൽ തൂക്കാൻ കെൽപ്പുള്ള ദൈവം, കടലിലെ വെള്ളത്തെ ഉള്ളംകൈ കൊണ്ട് കോരിടുക്കാൻ കെൽപ്പുള്ള ദൈവം. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ പാപിയെ പരിശുദ്ധനാക്കുവാൻ പരിശുദ്ധനായ ദൈവം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. കാൽവറിയിലെ ക്രൂശിൽ ലോകത്തിലെ മുഴുവൻ ജനത്തിനും വേണ്ടി പിടഞ്ഞ് മരിച്ചു. അടക്കപ്പെട്ടു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി കർത്താവ് സദാ പക്ഷപാതം ചെയ്യുകയാണ്. എന്നാൽ 33 തിരുവയസ്സിലുള്ള തൻ്റെ ഐഹിക ജീവിതകാലത്തിൽ 3.5 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷ വേളയിൽ നടന്നതായ ഒരു സംഭവമാണ് ഇവിടെ വായിച്ചു കേട്ടത്. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളാലും കർത്താവ് മറ്റുള്ളവർക്ക് താൻ ദൈവമാണെന്ന് പരിചയപ്പെടുത്തുവാൻ, ദൈവമായ കർത്താവ് തന്നോട് കൂടെ പ്രവർത്തിക്കുന്നു അറിയിക്കുവാൻ അനേക ദൃഷ്ടാന്തങ്ങളിലൂടെ, അനേക അത്ഭുതങ്ങളിലൂടെ, അനേകം കാര്യങ്ങളിലൂടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണെന്ന് വെളിപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ യേശു ഒരു പട്ടണത്തിലിരിക്കുകയാണ്. പട്ടണം എന്ന് പറയുമ്പോൾ 100 കണക്കിന് ആളുകളുള്ള സ്ഥലമാണ് പട്ടണം. എന്നാൽ അങ്ങനെ പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ട് അവൻ്റെ കാൽക്കൽ കവിണ്ണു വീണു. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ കാൽക്കൽ കവിണ്ണു വീണവരാരും വെറുതെ എഴുന്നേറ്റ് പോയിട്ടില്ല. ആരൊക്കെ യേശുവിൻ്റെ കാൽപാദത്തിൽ കവിണ്ണു വീണിട്ടുണ്ടോ അവരൊക്കെ അനുഗ്രഹം പ്രാപിച്ചാണ് എഴുന്നേറ്റ് പോയി. യായിറോസ് പള്ളി ട്രസ്റ്റിയാണ്, ഉന്നതമായ വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം, പ്രമാണിയാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹം യേശുവിൻ്റെ കാൽക്കൽ കവിണ്ണു വീണു. യേശു തമ്പുരാൻ്റെ കാൽക്കൽ കവിണ്ണു വീണവരൊക്കെ അനുഗ്രഹം പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. ഇതാ ഇവിടെ കവിണ്ണു വീണത് ആരാണ്? പാവപ്പെട്ട ഒരു കുഷ്ഠരോഗിയാണ്. കുഷ്ഠരോഗി പാളയത്തിന് വെളിയിലായിരിക്കണം. ആ കുഷ്ഠരോഗി തനിച്ചു പാർക്കണം. കുഷ്ഠരോഗി അശുദ്ധനെന്ന് സ്വയം പ്രഖ്യാപിക്കണം. ആ കുഷ്ഠരോഗി പാളയത്തിന് വെളിയിൽ പാർക്കേണ്ടതായ കുഷ്ഠരോഗി ഈ പട്ടണത്തിലേക്ക് വന്നിട്ട് 100 കണക്കിന് ആളുകൾ അവിടെ ഉണ്ടെങ്കിലും കർത്താവ് യേശു ഇരിക്കുന്നിടത്ത് വന്നിട്ട് യേശുവിൻ്റെ കാൽക്കലോട്ടങ്ങോട്ട് കവിണ്ണു വീണു. ഒരു സാഷ്ടാംഗ പ്രണാമമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പൂർണ്ണമായ സമർപ്പണത്തിനു മുമ്പിൽ യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. കനാന്യ സ്ത്രീ യേശുവിൻ്റെ കാൽക്കൽ കവിണ്ണു വീഴുകയാണ്. ആ കനാന്യ സ്ത്രീ പോയത് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായിട്ടാണ്. മോശ യേശുവിൻ്റെ കാൽപാദത്തിൽ കവിണ്ണു വീണു. മോശയുടെ പ്രാർത്ഥന സ്വർഗം കേട്ടു. അവിടെ അത്ഭുതങ്ങൾ നടക്കുകയാണ്. ആരൊക്കെ ഉടയതമ്പുരാൻ്റെ കാൽക്കൽ കവിണ്ണു വീണിട്ടുണ്ടോ അവരൊക്കെയും അനുഗ്രഹം പ്രാപിച്ചു. ഇവിടെ ഈ കുഷ്ഠരോഗി എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, എല്ലാവരാലും വെറുക്കപ്പെട്ടവനാണ് കുഷ്ഠരോഗി. ഞാനൊരു 35 കൊല്ലമായി
കുഷ്ഠരോഗികളെ കാണാൻ പോകാറുണ്ട്, അവരുടെ അടുത്ത് പോയി ഇരിക്കാറുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്, ഭക്ഷണം വാരിക്കൊടുക്കാറുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പലപ്പോഴും കുഷ്ഠരോഗികളെ കാണുമ്പോൾ വെറുപ്പോടെ അവർ നോക്കാറുണ്ട്. എറണാകുളം ടൗണിലൂടെ നടക്കുമ്പോൾ പ്രിയമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ തുണിയും വിരിച്ചവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം കുഷ്ഠരോഗിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അങ്ങ് ഇരുന്നു, അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ഞാൻ എന്തിനാ ചേട്ടാ കരയണേ? അദ്ദേഹം എന്നോട് പറഞ്ഞത്, ആദ്യമായിട്ടാണ് ബ്രദറെ ഒരാൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്, എന്നോട് സംസാരിക്കുന്നത്. പ്രിയമുള്ളവർ, അവരൊക്കെ മനുഷ്യരാണ്. മദർ തെരേസ പറഞ്ഞത് എങ്ങനെയാണ്? പാവപ്പെട്ട കുഷ്ഠരോഗിയിൽ ഞാൻ എൻ്റെ യേശുവിനെ കാണുന്നു. അവരൊക്കെ മനുഷ്യരല്ലേ പ്രിയമുള്ളവരെ? മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ദൈവം അവിടെ ജനിക്കും. മനുഷ്യൻ മനുഷ്യനെ വെറുക്കുമ്പോൾ ദൈവം അവിടെ മരിക്കും. ഓർത്താലിക ലോക ജീവിതം ഒരു ചെറിയ കാര്യമാണ്. ആർത്തി കാണിച്ചിട്ട് എന്ത് കാര്യം? കറുത്ത എലിയാകുന്ന രാത്രിയും വെളുത്ത എലിയാകുന്ന പകലും ഞാനാകുന്ന മരത്തെ കാരുന്നു, ഒരു നാൾ ഈ മരം വീഴും. അതുകൊണ്ട് കാണപ്പെട്ട സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ യേശു അവൻ്റെ മതം ചോദിച്ചില്ല, അവൻ്റെ ജാതി ചോദിച്ചില്ല, അവൻ്റെ സഭ ചോദിച്ചില്ല, അവൻ ഏത് ജാതിക്കാർ ചോദിച്ചില്ല. യേശു പറഞ്ഞു, ലോകത്തിൽ ഇന്നേ വരെ മറ്റാരും പറയാത്ത കാര്യം യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല, ഞാൻ അവനെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ അവനെ അനാഥനായി വിടുകയില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായുള്ളവരെ യേശു മാത്രം പറഞ്ഞു, ലോകത്തിൽ ഇന്നേ വരെ മറ്റാരും പറയാത്ത കാര്യം, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവായ യേശുവിൻ്റെ അടുക്കൽ വന്ന ആരെയും കർത്താവായ യേശു ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങൾ ഏത് പ്രതിസന്ധിയിലായിരിക്കുന്നോ, നിങ്ങൾ കടഭാരം അനുഭവിക്കുന്നവരാണോ, നിങ്ങൾ രോഗികളാണോ, പ്രിയമുള്ളവർ വിസയ്ക്ക് വേണ്ടി കൊതിക്കുന്നവരാണ്, ഒരു ജോലിക്ക് വേണ്ടി, PR വേണ്ടി, ഒരു വീട് പണിയാൻ, ഒരു സ്ഥലം വാങ്ങാൻ, മക്കളുടെ വഴിപിടിച്ച പോക്കിൽ നിന്ന് അവരൊന്ന് മടങ്ങി വരാൻ, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ചൊന്ന് പള്ളിയിൽ പോകാൻ, പ്രിയമുള്ളവരെ, ഭർത്താവിൻ്റെ മദ്യപാന നിമിത്തം ഭാരപ്പെടുന്നവരാണോ? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ഇത് കുഷ്ഠരോഗി അവൻ്റെ മുഴുവൻ ആവശ്യങ്ങളും കർത്താവിൻ്റെ പാദപീഠത്തിൽ കവിണ്ണ് വീണ് വെക്കുകയാണ്. നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക, യഹോവ നിന്നെ പുലർത്തും. യഹോവ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. കർത്താവിൻ്റെ അടുക്കൽ വന്ന കുഷ്ഠരോഗിയുടെ പേരും നാളൊന്നും ചോദിച്ചില്ല. ഒന്ന് വായിച്ചു നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 10:28 നമുക്കൊന്ന് വായിച്ചു നോക്കാം. അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒന്ന് കേട്ടേ, കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനെന്നോ പറയരുത്. ഒരു മനുഷ്യനെയും അവൻ മലിനനാണോ, അവൻ താണജാതിയാണോ, അവൻ ഉയർന്ന ജാതിയാണോ, അവൻ കറുത്തവനാണോ, അവൻ വെളുത്തവനാണോ, അവൻ മലിനനാണെന്ന് ഒരിക്കലും പറയരുത്. അവനിൽ യേശുവിനെ കാരണം അവനെ സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവോടു തുല്യം സൃഷ്ടി. അതുകൊണ്ട് പള്ളിയുടെ മുമ്പിലൊന്നും എഴുതി വെക്കരുത്, യാചക നിരോധന മേഖല എഴുതരുത്. നായയുണ്ട്, സൂക്ഷിക്കുക. ആര് സൂക്ഷിക്കണം? ഏത് പാവപ്പെട്ടവനും എപ്പോൾ വേണമെങ്കിലും വന്ന് ഒരു നേരത്തെ വെള്ളം മേടിച്ച് കുടിക്കാൻ വീടിൻ്റെ വാതിൽ തുറക്കണം. നമ്മുടെ ഗേറ്റ് തുറന്നിടണം. പള്ളി എന്നാണ് ഈ ഗേറ്റ് ഉണ്ടായത്? എന്നാണ് ഈ റിമോട്ട് കൺട്രോൾ ഈ ഗേറ്റ് ഉണ്ടായത്? എല്ലാം തമ്പുരാൻ തന്നതല്ലേ. അതുകൊണ്ട് മനുഷ്യനെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. കാണപ്പെട്ട സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. യേശു തമ്പുരാൻ പറഞ്ഞു, എനിക്ക് വിശന്നൂടാ, ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ ജയിലിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഞങ്ങൾ പലപ്പോഴും പല ജയിലുകളിൽ പോയി സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. പല ജയിലുകളിൽ, ദേവികുളം ജയിലിൽ പോയി ഞാൻ ഓർക്കുക, തൃശ്ശൂർ ജയിലിൽ പോയതും മൂവാറ്റുപുഴ ജയിലിൽ പോയതൊക്കെ ഞാൻ ഓർക്കുക. ഓരോ ജയിലുകളിൽ ചെല്ലുമ്പോൾ പ്രിയമുള്ളവരെ, അവരോട് സുവിശേഷം പറയുമ്പോൾ
അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നതും മാനസാന്തരപ്പെടുന്നതൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പലർക്കും അബദ്ധം പറ്റി ജയിലിൽ പോയി കിടക്കുന്നതാണ്, തെറ്റിദ്ധാരണ മൂലം ജയിലിൽ കിടക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ജയിലിൽ കിടക്കുന്നവരോട് പോയി യേശുവിനെക്കുറിച്ച് പറയേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തരുമുണ്ട്. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. എപ്പോഴാണ് കർത്താവേ, എപ്പോഴാണ് അങ്ങയെ രോഗിയായിട്ട് കണ്ടത്? എപ്പോഴാണ് ഞങ്ങൾ യേശുവിനെ തടവിൽ കണ്ടത്? എപ്പോഴാണ് അങ്ങ് ദാഹിച്ചിരിക്കുന്നവനെ കണ്ടത്? എപ്പോഴാണ് അങ്ങയെ രോഗിയായി കണ്ടത്? യേശു പറഞ്ഞു, അന്നാ ചെറിയ ഒരുത്തന് നിങ്ങൾ ചെയ്തതൊക്കെ നിങ്ങൾ എനിക്കാണ് ചെയ്തത്. അതുകൊണ്ടാണ് ബാറാസീറ 17:18 ഇങ്ങനെ വായിക്കുന്നു, എല്ലാവരുടെയും ദാനധർമ്മങ്ങൾ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സ്വർഗത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെയും ദാനധർമ്മങ്ങൾ ഒന്നും പാഴാവില്ലാട്ടോ. കണിയാമ്പറമ്പിൽ കുര്യൻകോർ എപ്പിസ്കോപ്പ അച്ഛൻ സുറിയാൻ അറിവ് ചെയ്തിട്ടുണ്ട്, എല്ലാവരുടെയും ദാനധർമ്മങ്ങൾ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സ്വർഗത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവിടെ ഒരു വാക്കിങ്ങനെയുണ്ട്, അതിന് പ്രതിഫലം നൽകും. ദാനധർമ്മത്തിന് പ്രതിഫലമുണ്ട്. ഈ ലോകത്തിൽ ദാനധർമ്മങ്ങളെ വിതയ്ക്കുന്നവൻ ഉയർപ്പിൻ്റെ നാളിൽ കൊയ്യും. മിശിഹ വന്ന് എല്ലാവരുടെയും പ്രവൃത്തി പരിശോധിക്കുമ്പോൾ ധർമ്മം ചെയ്തവർക്ക് നിത്യജീവൻ. ഇതുപോലുള്ള കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ കുഷ്ഠരോഗിയെ യേശു തൊട്ടു. എത്ര കുഷ്ഠരോഗികൾ നിങ്ങൾ തൊട്ടിട്ടുണ്ട്? ഞങ്ങളൊക്കെ കുഷ്ഠരോഗികളെ കെട്ടിപ്പിടിക്കും, ഞങ്ങൾ ഉമ്മ കൊടുക്കും. പ്രിയമുള്ളവരെ, അവരൊക്കെ മനുഷ്യരാണ്. അവരിൽ യേശുവിനെ കാണണം. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തും, അതുപോലെ ദാനധർമ്മം പാപങ്ങളെ ക്ഷമിക്കും. പ്രിയമുള്ളവരെ, ഒറ്റ അനാഥിൽ നിന്നും നീ നിന്റെ മുഖം തിരിക്കരുത്. നിനക്കുള്ളവയിൽ നീ ദാനധർമ്മം ചെയ്യണം. നിനക്കുള്ളവയിൽ നീ ദാനധർമ്മം ചെയ്യണം. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അതനുസരിച്ച് ധർമ്മം ചെയ്യണം. യേശു തമ്പുരാൻ വിശക്കുന്നവനെ കണ്ട് മനസ്സലിഞ്ഞെന്ന്, യേശു തമ്പുരാൻ രോഗികളെ കണ്ട് മനസ്സലിഞ്ഞെന്ന്. ഈ ഭാഗം നമ്മൾ മർക്കോസിൽ വായിക്കുമ്പോൾ കുഷ്ഠരോഗി ഉടനെ യേശു തൊട്ടില്ല, എടുക്കണ്ട. യേശുവിൻ്റെ അടുക്കൽ വന്ന ഈ കുഷ്ഠരോഗിയെ കണ്ടിട്ട് യേശു മനസ്സലിഞ്ഞു. നിങ്ങൾ രോഗികളെ കണ്ട് മനസ്സലിയാറുണ്ടോ? പാവപ്പെട്ടവനെ കാണുമ്പോൾ മനസ്സലിയാറുണ്ടോ? വിശക്കുന്നവനോട് നിങ്ങൾക്ക് മനസ്സലിവ് തോന്നിയിട്ടുണ്ടോ? പ്രിയമുള്ളവർ, കോതമംഗലം ആശുപത്രിയിൽ പട്ടിണി കിടക്കുന്നവരെ കണ്ടിട്ട് ഇറങ്ങിയതാണ് ഞാൻ. കോതമംഗലം ആരപ്പെട്ടി പെരുമ്പാവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ സൗജന്യ ഭക്ഷണവുമായി പോകുമ്പോൾ കൈ നീട്ടി ഇച്ചിരി ചോറ് തരാവോ, ഇച്ചിരി ചോറ് തരാവോ? ഞാൻ കണ്ടിട്ട് പ്രിയമുള്ളവർ, എന്തിനാ വൈകിട്ടത്തേക്കില്ല? ഇങ്ങനെയുള്ള പാവപ്പെട്ടവരെ കാണുമ്പോൾ കർത്താവ് മനസ്സലിഞ്ഞെങ്കിൽ, വിശക്കുന്നവനെ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞെങ്കിൽ, രോഗികളെ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞെങ്കിൽ, ഒരു കൊച്ചു ജീവിതം നമുക്കുള്ളൂ. ആ യേശുവിൻ്റെ മക്കളാ നമ്മൾ. കോപ 2:1. തേജസ്സുള്ളവനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. പ്രിയമുള്ളവരെ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പാപം നീക്കാൻ യേശു വന്നത്, നമ്മുടെ ശാപം നീക്കാൻ യേശു വന്നത്. ഇവിടെ നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, ഒന്നിങ്ങോട്ട് നോക്കാമോ? ഹല്ലേലൂയ. അതിരാവിലെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രഭാത പ്രാർത്ഥന നഷ്ടപ്പെടുന്നത് കേട്ടോ. മക്കൾക്ക് നിങ്ങൾ സമ്പത്തൊന്നും കൊടുക്കണ്ട, മക്കൾക്ക് വിദ്യാഭ്യാസമല്ല കൊടുക്കേണ്ടത്, അതൊക്കെ രണ്ടാമത്തെ കാര്യം. കാനഡ സ്വപ്നം കാണാനോ അമേരിക്കയ്ക്ക് പോകാനല്ല പഠിപ്പിക്കേണ്ടത്, മക്കൾക്ക് പണക്കൊതിയല്ല പഠിച്ചു കൊടുക്കേണ്ടത്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. എൻ്റെ അമ്മ കുഞ്ഞായിരിക്കുമ്പോൾ എടുത്തുകൊണ്ട് പോയി ധർമ്മക്കാർക്ക് എൻ്റെ അമ്മ ധർമ്മം കൊടുത്തു, എൻ്റെ കുഞ്ഞിനെ, അമ്മയുടെ കുഞ്ഞിനെ. എന്നിട്ട് ധർമ്മക്കാർക്ക് പൈസ കൊടുത്ത് എന്നെ മേടിച്ചത്, ആ ധർമ്മം കൊടുത്ത് എന്നെ മേടിച്ചു. എന്തിനാണെന്നറിയാമോ? ആ ധർമ്മക്കാരെ കാണുമ്പോൾ, പാവപ്പെട്ടവരെ കാണുമ്പോൾ ഇന്ന് എനിക്ക് മനസ്സലിവുണ്ട്. ഒത്തിരി വിശപ്പ് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, വിശക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാൻ കാരണം ഒത്തിരി വിശപ്പ് എന്താണെന്ന് എനിക്കറിയാം. സ്കൂൾ വിട്ട് വരുമ്പോൾ വൈകുന്നേരം ചായയില്ല, കാപ്പിയില്ല. എൻ്റെ അമ്മ കൂലിപ്പണി ചെയ്ത് വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് പുഴുക്കും കഞ്ഞിയും കൊടുക്കും. അമ്മ പട്ടിണിയായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. അരവയറ് നിറച്ച് കഞ്ഞി കുടിച്ചിട്ട് പുഴുക്ക് എനിക്ക് ഇലയിൽ പൊതിഞ്ഞ് വയ്ക്കും. ഞാൻ സ്കൂൾ വിട്ട്
എൻ്റെ ഇളംതിണ്ണയിൽ ചാണകം വഴി ഇളംതിണ്ണയിൽ പടിഞ്ഞാട്ട് നോക്കിയിരിക്കും. എൻ്റെ അമ്മ കീറിയ ചട്ടയിട്ടുകൊണ്ട് ആ പുഴുക്കും കൊണ്ട് വരും. പ്രിയമുള്ളവരെ, അത് കിട്ടുമ്പോൾ സന്തോഷത്തിനറിയുമോ? പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്കൊരു കൊച്ചു ജീവിതമുള്ളൂ. 1.5 വയസ്സ് മോളെ, തേജസ്സുള്ളവനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. പിന്നെ നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേനായിരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക, അല്ലെങ്കിൽ എൻ്റെ പാദപീഠത്തിൽ ഇരിക്ക എന്ന് പറയുന്നു. എങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതരായി വിധിക്കുന്നവരല്ലയോ? 9-ാം വാക്യം വായിച്ചേ. അതിന്റെ 9-ാം വാക്യം. പിന്നെ 9-ാം വാക്യം. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. എൻ്റെ വീട്ടിൽ ഏത് ധർമ്മക്കാരനും കുഷ്ഠരോഗി വന്നാൽ ഞങ്ങളിരിക്കുന്ന മേശപ്പുറത്ത് അവരെ ഇരുത്തി ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കും. അതാണ് ഞങ്ങളുടെ തീരുമാനം. പ്രിയമുള്ളവരെ, അവരൊക്കെ മനുഷ്യരല്ലേ? അവരുടെ മുഷിഞ്ഞ വസ്ത്രമാണ് ഇവിടെ എന്നെ കർത്താവ് പറഞ്ഞേക്കണേ. കർത്താവിൻ്റെ വചനം പറയുന്നത് എന്താണ്? തേജസ്സുള്ളവനായ യേശുക്രിസ്തു വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. മുഖപക്ഷം കാണിച്ചാൽ പാപം ചെയ്യുന്നു. നിങ്ങളുടെ വീട്ടിലേക്ക് മോടിയുള്ള വസ്ത്രം ധരിച്ച് പൊന്മോതിരം ഇട്ടുകൊണ്ട് ഒരുത്തം വന്നാൽ അവനോട് കയറിയിരുന്നാലും, എന്നാൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഒരു ധർമ്മക്കാരൻ വരുമ്പോൾ അവനോട് നീ അവിടെ നിൽക്ക്, അല്ലെങ്കിൽ ആ പാദമെടുത്ത് ഇരിക്കെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഈ പ്രമാണമൊന്നുമില്ല, നിങ്ങൾ ന്യായരഹിതമായി വിധിക്കുന്നു. ഇനിയൊരു കൂട്ടരുണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് വിശന്നു ഭക്ഷിപ്പാൻ തന്നില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ടില്ല. ഞാൻ തടവിലായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ടില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല. അപ്പം യേശു പറഞ്ഞു, അവർ ചോദിക്കുക, എപ്പോഴാണ് യേശുവേ അങ്ങേ രോഗിയായി ഞാൻ കണ്ടത്? അങ്ങനെയാണെങ്കിൽ കർത്താവ് ഏറ്റവും നല്ല ഭക്ഷണം തരുമായിരുന്നല്ലോ. എപ്പോഴാണ് അങ്ങേ രോഗിയായി കണ്ടത്? കർത്താവ് നല്ല ചികിത്സ തരുമായിരുന്നല്ലോ. എന്നാണ് അങ്ങ് തടവിലായത്? തടവിൽ വന്ന് ഞങ്ങൾ കണ്ട് ഞങ്ങൾ ഇറക്കിക്കൊണ്ട് വന്നേനല്ലോ. യേശു പറഞ്ഞു, മോനെ, അന്ന് ആ ചെറിയ ഒരുത്തന് ചെയ്യാത്തതൊക്കെ നിങ്ങൾ എനിക്കാണ്. ഒറ്റ അനാഥിൽ നിന്ന് നീ നിന്റെ മുഖം തിരിക്കരുത്, അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കില്ല. എളിയവന് കൊടുക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. എളിയവന്റെ നിലവിളിക്ക് നീ ചെവി പൊത്തിയാൽ നിന്റെ നിലവിളിക്ക് യഹോവ ചെവി പൊത്തും. ഇതൊരു പാവപ്പെട്ട കുഷ്ഠരോഗി യേശുവിൻ്റെ കാൽക്കൽ കവിണ്ണു വീണിട്ട്, യേശുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു മനസ്സലിഞ്ഞു, യേശു തൊട്ടു, യേശു സൗഖ്യമാക്കി. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 10:34. അപ്പോൾ പത്രോസ് വായു തുറന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ പരിശുദ്ധ പത്രിക്കേസ് വായു തുറക്കുകയാണോ? പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട്, ദൈവത്തെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കും. കേട്ടെ, ഒന്നാമത്തെ പരിശുദ്ധ പത്രിക്കേസ് വായ തുറക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ദൈവം ഒരു ദർശനം കാണിച്ചു കൊടുത്തു. ആ ദർശനത്തിലൂടെ ഒന്നാമത്തെ പരിശുദ്ധ പത്രികീസ് ബാവയ്ക്ക് മനസ്സിലായി, ദൈവത്തിന് മുഖപക്ഷമില്ല. വാ തുറന്ന് പറയുകയാണ്, ദൈവത്തിന് മുഖപക്ഷമില്ല. ഏത് ജാതിയിൽപ്പെട്ടവനെയും ദൈവം അംഗീകരിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് 44 വായിച്ച് അതിന് 44-ാമത്തെ വാക്യം. 44-ാമത്തെ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോടുകൂടെ വന്ന പരിശേധനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. പരിശുദ്ധാത്മാവെന്ന ദാനം ആരുടെ മേലാ? ജാതികളുടെ മേൽ. അപ്പൊ ഏത് ജാതിയെയും ദൈവം അംഗീകരിക്കും. ഈ ജാതികളൊക്കെ സുവിശേഷം കേട്ട് കഴിയുമ്പോൾ അവരിൽ പരിശുദ്ധാത്മാവ് നിറയും. അതുകൊണ്ട് വചനം കേൾക്കണം, വചനം പറയണം,
സകല സൃഷ്ടിയോടും സുവിശേഷം പറയണം. പ്രിയമുള്ളവരെ, നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. പണമുണ്ടാക്കലല്ല. അതൊക്കെ നമ്മുടെ പിറകെ വരും. ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിൽ ഉണ്ടാകും. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം നിന്നെ പിന്തുടരും. ഞങ്ങളിപ്പോൾ 104 വീട് പണിയാൻ പോകാം. പലതും അക്രൈസ്തവർക്കാണ്. ഞങ്ങളിവിടെ വരുന്നോട് ജാതി ചോദിക്കാറില്ല, മതം ചോദിക്കാറില്ല, സഭ ഏതാണ് ചോദിക്കാറില്ല. പ്രിയമുള്ളവരെ, ഏത് ജാതിയിൽപ്പെട്ടവനെയും ദൈവം അംഗീകരിക്കുന്ന 787 കല്യാണം നടത്തിയത് ഒരു അക്രൈസ്തവ കുട്ടിക്കാണ്. അതിൽ നല്ലൊരു ശതമാനം 787 കല്യാണത്തിൽ ഒരു പകുതിയോളം അക്രൈസ്തവർക്കാണ്. പല മുസ്ലിങ്ങളുടെയും വിവാഹം നടത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വചനം കേൾക്കണ്ടേ? കേൾക്കണമെങ്കിൽ പറയണ്ടേ? പറയണമെങ്കിൽ പോകണമെങ്കിൽ അയക്കണ്ടേ? ആര് പോകും? ആരെ അയക്കാം? യേശു വിളിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കൊരു കൊച്ചു ജീവിതമുള്ളൂ. അത് പാഴാക്കൽ കൈക്കുമ്പിളിലെ കുറച്ച് വെള്ളം പോലെയാ. എന്തോരം നേരം നിൽക്കും വെള്ളം. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ. സുന്ദരനാം മനോഹരാം നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി ഞങ്ങളുടെ റോഡ് സൈഡ് ഞങ്ങളുടെ വീട്. എൻ്റെ അമ്മച്ചിക്ക് വൈകുന്നേരം വരെ പാടത്ത് പണിയെടുത്താൽ 3 ഇടങ്ങഴി നെല്ല് കിട്ടും. ഉച്ച വരെ എൻ്റെ അപ്പച്ചൻ ഉഴുവാൻ പോയ കൂലിപ്പണിക്ക് പോയ 2 ഇടങ്ങഴി നെല്ല് കിട്ടും. ഞാൻ തലമുടി വെട്ടാൻ പോകുന്നത് നെല്ലും കൊണ്ടാണ്. നെല്ലാണ് ഞങ്ങളുടെ നാട്ടിൽ കൂലി. പ്രിയമുള്ളവരെ, അതൊക്കെ അന്നന്ന് ഒരു പുഴുക്ക കുത്തി ഇങ്ങനെ ഞങ്ങൾ റോഡ് സൈഡാണ് ഞങ്ങളുടെ വീട്. അന്നൊക്കെ ഈ ധർമ്മം മേടിക്കുന്നത് നെല്ലാണ്. പൈസ ഇല്ല, ആർക്കും കൂലി കൊടുത്ത പൈസ ഇല്ല. പ്രിയമുള്ളവരെ, ഈ ധർമ്മം മേടിക്കാനായിട്ട് ഈ ഷർട്ട് ഇടാതെ ഒരു കള്ളിമുണ്ടൊക്കെ കൊടുത്ത് ഞാനിപ്പോഴും പലരെയും ഓർക്കുന്നു. എൻ്റെ കണ്ണിൻ്റെ മുമ്പിലുണ്ട്. അവരിങ്ങനെ വേർത്തൊലിച്ച്, എൻ്റെ വീട് റോഡ് സൈഡ് ആയതുകൊണ്ട് ചാണകം പിഴിയ ആ തറയിൽ വന്ന് അവരിയ്ക്കും. എൻ്റെ അമ്മ കുറച്ച് നെല്ലിട്ട് കൊടുക്കും. എന്നിട്ട് ഒരു പാത്രം കൊണ്ട് വയ്ക്കും. കുറച്ച് ചോറ്, ഒത്തിരി ഒന്നുമില്ല പ്രിയമുള്ളവരെ, കുറച്ച് കഞ്ഞിവെള്ളവും കുറച്ച് പുളിയും കറിയും ഒഴിച്ചിട്ട് വാരി ഉണ്ണാനൊന്നും ഇല്ല കേട്ടോ. പക്ഷേ അതിളക്കി അതങ്ങ് കുടിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മനസ്സിലുണ്ടത്. അത് കുടിച്ചു കഴിയുമ്പോൾ അവരുടെ വയറൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരും, അവരുടെ കണ്ണൊക്കെ നിറയും. അവരൊക്കെ അനുഗ്രഹിച്ചിട്ട് പോയതിൻ്റെയൊക്കെ ഫലം ഞങ്ങളിന്ന് അനുഭവിക്കുക. പിതാക്കന്മാർ നന്മ ചെയ്താൽ 1000 തലമുറയ്ക്ക് അനുഗ്രഹമാണ്. ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പന പ്രമാണിച്ചാൽ 1000 തലമുറ അനുഗ്രഹം പ്രാപിക്കും. എൻ്റെ അമ്മയുടെ ആ ദാനധർമ്മ ഇന്ന് ഞങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിച്ചത്. പിന്നെ അടുത്ത ആൾ വരും, ബ്ലൗസ് ഇട്ട് വയറൊക്കെ തണ്ടലോടൊട്ടി ഇങ്ങനെ ഒരു കള്ളിമുണ്ടൊക്കെ കൊടുത്ത് വരുമ്പോൾ ഈ ചാക്കൊക്കെ ചുവന്നോണ്ടോ വന്നെ ധർമ്മം മേടിക്കാൻ. എൻ്റെ അമ്മ അവിടെ ഇരുത്തി ഒരു പാത്രത്തിൽ ഇച്ചിരി ചോറിട്ട് ഇച്ചിരി കഞ്ഞിവെള്ളം ഒഴിച്ച് ഇച്ചിരി പുളിങ്കറിയൊക്കെ ഒഴിച്ച് വാരി ഉണ്ണാനൊന്നുമില്ല. പക്ഷേ അതൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ഒരു സന്തോഷം ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ അമ്മച്ചി കൊടുക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ അനുഗ്രഹം ഇന്ന് ഞങ്ങളിലേക്ക് വന്നു. അനേക സുവിശേഷകർ വീട്ടിൽ വരുമ്പോൾ എൻ്റെ അമ്മച്ചി അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കും, കിടക്കാൻ ഇടം കൊടുക്കും. അന്നൊക്കെ പ്രസംഗിക്കാൻ വരുമ്പോൾ ഫാനില്ല, ഫോണില്ല, വാഹന സൗകര്യമില്ല. അന്ന് രാത്രി വീട്ടിൽ കിടക്കും. ആ ജുബയൊക്കെ അലക്കി എൻ്റെ അമ്മച്ചി കൊടുക്കും, നല്ല ഭക്ഷണം കൊടുക്കും. അന്ന് ഈ സുവിശേഷകർക്കും അച്ഛന്മാർക്കൊക്കെ നല്ല ഭക്ഷണം കൊടുക്കുമ്പോൾ എനിക്ക് അമ്മയോട് ദേഷ്യം തോന്നി. ഞങ്ങൾക്ക് നല്ല ഭക്ഷണമൊന്നുമില്ല. പക്ഷേ വചനം എങ്ങനെ പറയുന്നുണ്ടല്ലോ, ഒരു പ്രവാചകനെ പ്രവാചകൻ രീതിയിൽ കൈക്കൊണ്ടാൽ പ്രവാചകൻ്റെ പ്രതിഫലം കിട്ടും. പ്രിയമുള്ളവരെ, ഒരു നീതിമാനെന്ന് കൈക്കൊണ്ടാൽ, നീതിമാനെ പോലെ കൈക്കൊണ്ടാൽ നീതിമാൻ്റെ പ്രതിഫലം അനേക അച്ഛന്മാർക്കും സുവിശേഷർക്കും ഞങ്ങളുടെ വീട്ടിൽ വെച്ച് വിളമ്പുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ വലിയ അനുഗ്രഹമായി. ഞങ്ങൾ 2 മക്കളും സുവിശേഷ രംഗത്തായി. എനിക്ക് 2 മക്കളാണ്. എൻ്റെ മക്കൾ സുവിശേഷ രംഗത്തായി. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു പ്രവാചകനെ നീതിയിൽ നീ കൈക്കൊണ്ടാൽ
പ്രവാചകൻ്റെ പ്രതിഫലം നിങ്ങളുടെ തലമുറയിലേക്ക് വരും. എന്നാൽ ഒരു പ്രവാചകൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നാൽ, ഒരു നീതിമാൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നാൽ ആ കുറ്റം, ആ ശാപം നിങ്ങളുടെ തലമുറയിലേക്ക് വരും. അതുകൊണ്ട് സുവിശേഷകൻ്റെ കുറ്റം പറയരുത്, ദൈവവേദലേ ഒരു അച്ഛൻ്റെ കുറ്റം പറയരുത്, ഒരു കന്യാസ്ത്രീയുടെ കുറ്റം പറയരുത്. ഈ ലോകത്തിൽ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കാണുമ്പോൾ അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ അവനിൽ എങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കുകൊണ്ടും നാവ് കൊണ്ടുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിപ്പീ. നാം സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരെന്ന് ലോകമറിയും. നമ്മളിങ്ങനെ നെറ്റിയിൽ ക്രിസ്ത്യാനി എന്ന് എഴുതണ്ട. എൻ്റെ ഞാൻ അടുത്ത ദിവസം എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. 44 സെൻറ്റാണ് ഒരു മനുഷ്യനാകെ ഉള്ളത്. അതിൽ 25 സെൻറ്റ് സ്ഥലം ആ മനുഷ്യൻ മാറ്റിയിട്ടു. അത് വായിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. 14 സെൻറ്റ് സ്ഥലം സ്വന്തമായിട്ട് എടുത്തിട്ട് 5 വീട് പണിത് കൊടുത്തു ആ മനുഷ്യൻ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കാണുമ്പോൾ, ആരാണ് സഹോദരൻ? കൃഷ്ണൻകുട്ടി നമ്മുടെ സഹോദരനാണോ? മുഹമ്മദ് നമ്മുടെ സഹോദരനാണോ? അതേ പ്രിയമുള്ളവരെ, ആദാം നമ്മുടെ വല്യാപ്പൻ, ഹൗവ നമ്മുടെ വല്യാമ്മ. ഏദൻ എന്ന തോട്ടത്തിൽ ദൈവം അവരെ പാർപ്പിച്ചു. കുറ്റം ചെയ്തൊരു നേരത്ത് ദൈവം അവരെ പുറത്താക്കി. അപ്പോൾ നമ്മുടെ വല്യാപ്പനാരാ? ആദമാണെങ്കിൽ കൃഷ്ണൻകുട്ടിയുടെ വല്യാപ്പനും ആദമല്ലേ? ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവോടു തുല്യം ശ്രേഷ്ഠി. നമ്മുടെ വല്യാമ്മ ഹൗവയാണെങ്കിൽ മുഹമ്മദിന്റെ വല്യാമ്മയും ഹൗവല്ലേ? പ്രിയമുള്ളവരെ, മുഖപക്ഷം കാണിച്ചാൽ പാപം ചെയ്യുന്നു. കാണപ്പെട്ട സഹോദരന് മുട്ടുള്ളത് കാണുമ്പോൾ അവനോട് മനസ്സലിവ് കാണിക്കണം. അതിലിപ്പോൾ എന്നാ കുഴപ്പം? അയ്യോ, കഷ്ടമായി പോയി, അതുകൊണ്ട് അവന് ഒരു പ്രയോജനം കിട്ടിയില്ല. പ്രിയമുള്ളവരെ, സുനാമി ഉണ്ടായപ്പോൾ ഞങ്ങൾ സുനാമി ക്യാമ്പിലായിരുന്നു 2 വട്ടം. സുനാമി ക്യാമ്പൊക്കെ ഒന്ന് കാണണ്ടായിരുന്നു. നമ്മളൊക്കെ മാനസാന്തരപ്പെടും. ഒരു നിശ്ചയവും ഈ സമ്പത്തിനില്ല. ഒരു ചേട്ടൻ ഞങ്ങളോട് സഹായം ചോദിച്ചിട്ട് അദ്ദേഹം പറയാം, അദ്ദേഹത്തിൻ്റെ പലചരക്ക് കടയും അദ്ദേഹത്തിൻ്റെ തുണിക്കടയും വെള്ളം കൊണ്ടുപോയി. ഒരു രൂപ പോലും സ്വന്തമെന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. നിശ്ചയമില്ലാത്ത ധനത്തിലെല്ലാം, ധനത്തിന് യാതൊരു നിശ്ചയമില്ലാട്ടോ. നിശ്ചയമില്ലാത്ത ധനത്തിനെല്ലാം നമുക്ക് സർവവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വയ്ക്കണം. മനുഷ്യരിൽ ആശ വയ്ക്കരുത്, മക്കളിൽ ആശ വയ്ക്കരുത്, സമ്പത്തിൽ ആശ വയ്ക്കരുത്, ജോലിയിൽ ആശ വയ്ക്കരുത്, കാനഡയിൽ ആശ വയ്ക്കരുത്. ദൈവത്തിൽ ആശ വയ്ക്കാനും നന്മ ചെയ്യണം. നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരായി സാക്ഷാലുള്ള ജീവനെ നമ്മൾ മുറുകെ പിടിക്കണം. അതുകൊണ്ട് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അതനുസരിച്ച് കർത്താവ് ഈ കുഷ്ഠരോഗി കണ്ട് മനസ്സിലഞ്ഞതുപോലെ പാവപ്പെട്ടവനെ കാണുമ്പോൾ അവനോട് മനസ്സലിയണം. ഇവിടെ എന്നാ വായിച്ചത്? പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ വസ്തുവക ഉള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കാണുമ്പോൾ അവനോട് മനസ്സലിയണം. ഇല്ലെങ്കിൽ അവനിൽ എങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം വസിക്കണേ? എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, ഞങ്ങളുടെ ഒരു സുവിശേഷകനാണ്, ഞങ്ങളുടെ ഒരു കോർഡിനേറ്ററാണ്, ലിറ്റിൽ കെ അബ്രഹാം. അദ്ദേഹത്തിന് 60 സെൻറ്റ് സ്ഥലമുള്ളൂ. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ജോണി ബ്രദറെ ഒന്ന് വന്നേ. ചെന്നപ്പോൾ 5 സെൻറ്റ് സ്ഥലം അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് നിരത്തിയിട്ടിരിക്കുക. ഞാൻ ചോദിച്ചു, എന്നാ ബ്രദറെ? ഞങ്ങൾ സ്ഥലം 5 സെൻറ്റ് തരാം, സെൻറ്റ് ജോൺസിന്, വീട് നിങ്ങൾ പണിയണം. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ആ വീടിൻ്റെ പുറകിൽ കൊടുത്തില്ല, ആ റോഡിൽ തന്നെ, റോഡ് സൈഡിൽ തന്നെ 20 കൊല്ലമായി പടുതാ വലിച്ചു കെട്ടി കിടന്ന കുടുംബം ആ വീട് പണിത് താക്കോൽ മേടിച്ചപ്പോൾ ആ ചേച്ചിയുടെയും ചേട്ടൻ്റെയും കണ്ണീക്കടെ കണ്ണുനീരല്ല വന്നത്. പ്രിയമുള്ളവരെ, ഞാൻ വികാരി അച്ഛൻ താക്കോൽ കൊടുക്കുമ്പോൾ അവരുടെ കണ്ണ് രണ്ടും നിറഞ്ഞ് മെത്തി ഒഴുകി. വീട് പണിത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാ? അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നീ നിൻ്റെ വീട്ടിൽ ചേർക്കണം. നഗ്നനെ കണ്ടാൽ നീ അവനെ ഉടുപ്പിക്കണം. വിശപ്പുള്ളവന് നിൻ്റെ അപ്പം കൊടുക്കണം. അപ്പോൾ നീ വിളിക്കുമ്പോൾ യഹോവ ഉത്തരമരുളും. പ്രിയമുള്ളവരെ, നീ വിളിക്കുമ്പോൾ യഹോവ ഉത്തരമരുളണമെങ്കിൽ
അലഞ്ഞു നടക്കുന്ന സാധുക്കൾക്ക് ഭവനം പണിത് കൊടുക്കണം. നമ്പൂതിരിക്കുപ്പ ഇടവയിൽപ്പെട്ട ജോർജ് ഏട്ടൻ ഞങ്ങൾക്ക് 12 സെന്റ് സ്ഥലം എഴുതന്നു. 12 സ്ഥലത്ത് ഞങ്ങൾ 6 വീട് പണിതു. 6 വീട്, 2 മുറി, അടുക്കള, ബാത്റൂം, സിറ്റൗട്ട്. 6 കുടുംബങ്ങൾ സുഖമായി ജീവിക്കുക. 7 ലക്ഷം പേർക്ക് കേരളത്തിൽ വീടില്ല കേട്ടോ. പ്രിയമുള്ളവരെ, ഒരു വീട് പണിത് കൊടുക്കുവാൻ, 5 സെന്റ് മാറ്റിയിടുവാൻ ഒരു തീരുമാനമെടുക്ക്. യാക്കോബായ സഭയിൽ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ എൻ്റെ കണ്ണീക്കട കണ്ണീര് വന്നു. എന്താണെന്നറിയാമോ? ആ പള്ളിക്ക് ആകെയുള്ളത് 50 സെൻറ്റ് സ്ഥലമാണ്. 5 സെൻറ്റ് സ്ഥലം 50 സെൻറ്റിൽ മാറ്റിയിട്ടിട്ട് വീടില്ലാത്തൊരാൾക്ക് വീട് പണിത് കൊടുത്തു. നാടുകാണി കള്ളിക്കാർ 10 വീട് പണിയാനുള്ള സ്ഥലം കൊടുത്തു. ഒരു വീട് സെൻറ്റ് ജോൺസ് മിഷനാണ് പണിത് കൊടുത്തത്. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ പ്രസിഡന്റ് മാത്യൂസ് കുഴുവേലിപ്പുറത്ത് അച്ഛൻ കോട്ടപ്പടിയിൽ ഞങ്ങൾക്ക് 5 സെൻറ്റ് സ്ഥലം മേടിച്ച് തന്നു. ഞങ്ങളതിനകത്തൊരു കൊച്ചു വീട് പണിതു. 2 മുറി, അടുക്കളയും, ബാത്റൂം, സിറ്റൗട്ട്. 3-4 പെമ്പിള്ളവരുടെ വിധവയായ സ്ത്രീ ആ വീട് കിട്ടിയപ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല വന്നത്. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, ഇതാ കുഷ്ഠരോഗിയെ കണ്ട് യേശു മനസ്സലിഞ്ഞു, അവനെ തൊട്ടു. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കുഷ്ഠരോഗിയെ തൊട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കാമോ? കർത്താവ് മനസ്സലിഞ്ഞെങ്കിൽ ഇങ്ങനെയുള്ള പാവപ്പെട്ടവരെ കാണുമ്പോൾ നമുക്കൊന്ന് മനസ്സലിയാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിലൊക്കെ അച്ഛന്മാർ പെരകുദാശിക്ക് വരും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, അച്ഛനിങ്ങനെ പ്രാർത്ഥിക്കും, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഈ വീട്ടിൽ രക്ഷ വന്നു. ആ പ്രാർത്ഥന നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ അബ്രഹാമിൻ്റെ സ്വഭാവം വരണം. അബ്രഹാമിൻ്റെ സ്വഭാവം വന്നു. ആർക്ക്? സക്കായിക്ക്. അതുവരെ എല്ലാം പിടിച്ച് വെട്ടിക്കൂട്ടി എല്ലാം പിടിച്ചു പറിച്ചു വെച്ചു, ഇഷ്ടം പോലെ സമ്പാദിച്ചു വെച്ചു. അവൻ വലിയ സമ്പന്നനായി, അവൻ പ്രമാണിയായി. എന്നാൽ യേശുവിനെ കാണാൻ അവൻ ഓടി. യേശുവിനെ കണ്ടു. യേശു വിളിച്ചു, സക്കായിയെ ഇറങ്ങി വാ. സക്കായി യേശുവും കൂടെ മുന്നോട്ട് നടക്കുമ്പോൾ പിറകിലൊരു പിറുപിറുപ്പ്. ഇവൻ്റെ കൂടെയാണ് യേശു പോകുന്നത്. ഇവൻ ആരാണെന്നറിയാമോ? ഇവൻ ചുങ്കക്കാരനാണ്. ചുങ്കക്കാരിൽ പ്രമാണിയാണ്. ഇവൻ അനാവശ്യമായ സമ്പത്തൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അർഹതയില്ലാത്ത സ്വത്ത് സമ്പാദിക്കുന്ന ഇരമയ പ്രവചനം വായിച്ചു നോക്കുക നിങ്ങൾ. അർഹതയില്ലാത്ത സ്വത്ത് സമ്പാദിക്കുന്നവൻ താരിടാത്ത മുട്ടയ്ക്ക് പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെയാണ്. ആയുസിന്റെ മധ്യത്തിൽ ഈ പണം ഇട്ടേച്ചു പോകേണ്ടി വരും. അതുകൊണ്ട് ദൈവവൈതലേ, തീക്കനലുകൾ വീണ് നശിച്ചു പോകുന്ന ദ്രവ്യത്തിൽ ആശ്രയിച്ച് അതിപലിശ വാങ്ങിയവർക്ക് ദുരിതം. പലിശയും കൊള്ളലാഭവും കൊണ്ട് സമ്പത്ത് വർദ്ധിക്കുന്നവൻ അത് ആയുസിന്റെ മട്ടിൽ ഇട്ടേറ്റ് പോകേണ്ടി വരും. ഒന്ന് വായിച്ചേ, സങ്കീർത്തന പുസ്തകം 15:1. പലിശ മേടിക്കുന്നവൻ സ്വർഗത്തിൽ പോകില്ല. പിന്നെന്തിനാ കടം കൊടുക്കണേ? കടം കൊടുക്കണം പ്രിയമുള്ളവരെ. ആർക്കാണ് കടം കൊടുക്കേണ്ടത് ഞാൻ പറയാം. വായിച്ചേ, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? യഹോവേ സ്വർഗത്തിൽ ആര് പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? യഹോവേ വിശുദ്ധ മന്ദിരത്തിൽ ആര് വസിക്കും? 5-ാം വാക്യം. തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാത്തവൻ കുറ്റമില്ലാത്തവൻ. മതി. ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാത്തവൻ. പിന്നെ കൊടുക്കണോ? കടം കൊടുക്കണോ? ഒന്ന് വായിച്ചേ, വിശുദ്ധ ലൂക്കോസ് 6:31 മുതൽ വായിച്ചേ. കടം കൊടുക്കണം പ്രിയമുള്ളവരെ. തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കാത്ത പാവപ്പെട്ടവന് വേണ്ടി കൊടുക്കണം. ഒരു നിലയുള്ളവൻ 2 നില പണിയാനല്ല, 10 പവനുണ്ട് 15 പവനോടെ മേടിച്ചു കൊടുക്കാനല്ല. ഒന്നുമില്ലാത്ത പാവപ്പെട്ടവന്, തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കാത്തവന് നിങ്ങൾ കടം കൊടുക്കണം. വായിച്ചേ 6:31 ലൂക്കോസ്. മനുഷ്യർക്ക് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവീൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും? നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഉപചാരമുണ്ട്? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. മടക്കി വാങ്ങിക്കൊള്ളാമെന്ന് നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ മടക്കി വാങ്ങിക്കൊള്ളാമെന്ന് വിചാരിക്കുന്നവർക്ക് നിങ്ങൾ കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പാപികളും കുറയാതെ. ഈ ലോകത്തിലെ മനുഷ്യരൊക്കെ അങ്ങനെ തന്നെ ചെയ്യുന്നു.
പാപികളും കുറയാതെ മടക്കി വാങ്ങേണ്ടതിന് പാപികൾക്ക് കടം കൊടുക്കുന്നുവല്ലോ. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പീൻ. ഒന്നിങ്ങോട്ട് നോക്കാമോ? ഒന്നും പകരമിച്ചിക്കാതെ കടം കൊടുക്കണം എന്ന് പറഞ്ഞാൽ തിരിച്ചു തരാൻ നിവൃത്തിയില്ലാത്തവർക്ക് നിങ്ങൾ കടം കൊടുക്കണം. കടം കൊടുത്തിട്ട് പലിശ മേടിക്കുന്നവൻ എന്താ ബൈബിൾ പറയുന്നത്? പ്രിയമുള്ളവരെ, പലിശയ്ക്ക് കൊടുക്കാത്തവൻ സ്വർഗത്തിൽ പോകും. കൊള്ളലാഭവും പലിശയും കൊണ്ട് സമ്പത്ത് വർദ്ധിക്കുന്നവൻ അത് ഇട്ടേച്ചു പോകും. അർഹതയില്ലാത്ത സ്വത്ത് സമ്പാദിക്കുന്നവൻ താനിടാത്ത മുട്ടയ്ക്ക് പൊരുന്നിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാ ആയുസിന്റെ മധ്യേ അത് ഉപേക്ഷിച്ചു പോകേണ്ടി വരും. അർഹതയില്ലാത്തത് ഒന്നും നമുക്ക് വേണ്ട. അല്പം പട്ടിണിയും പരിവട്ടമാണെങ്കിലും മറ്റുള്ളവൻ്റെ ഒന്നും വേണ്ട. സക്കായി എപ്പോഴാണ് രക്ഷപ്പെട്ട്? സക്കായി പറഞ്ഞു, ഇന്നൊന്ന് പറയാമോ, ഇനിയുള്ള പെരകുദാശിക്ക് അച്ഛൻ വരുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് ആ പ്രാർത്ഥന പ്രയോജനപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥന അച്ഛൻ്റെ കൂടെ പോകും കേട്ടോ. ഇവനും അബ്രഹാമിൻ്റെ മകനെന്ന് എപ്പോഴാണ് യേശു പറഞ്ഞത്? യേശുവിനെ കാണാൻ പോയപ്പോൾ അവൻ അബ്രഹാമിൻ്റെ മകനായില്ല. ഇവൻ കാട്ടത്തിൽ കയറിയപ്പോഴും യേശുവിനെ സ്വീകരിച്ചപ്പോഴും യേശുവിൻ്റെ തോളോട് ചേർന്ന് നടന്നപ്പോഴും സക്കായി വീട്ടിലെത്തിയപ്പോഴും സക്കായി രക്ഷപ്പെട്ടില്ല. എപ്പോഴാണ് സക്കായിക്ക് രക്ഷപ്പെട്ടത്? വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ. അന്യൻ്റെ ഒന്നും നമുക്ക് വേണ്ടാട്ടോ. കള്ള് വിറ്റത് നമുക്ക് വേണ്ട, ചീട്ട് കളിച്ച് നമുക്ക് വേണ്ട, അതിര് മാറ്റി നമുക്ക് വേണ്ട. പലിശ മേടിച്ച് കൂട്ടല്ലേ ദൈവവൈതലേ, പലിശ മേടിച്ച് കൂട്ടല്ലേ. ഒരാൾ പലിശ മേടിച്ച് കൂട്ടി തൻ്റെ മകളെ വിവാഹം കഴിച്ചയച്ചു. 3 മാസത്തിനുള്ളിൽ ചെറുക്കൻ മരിച്ചുപോയി. ആ വീട്ടിലെ മോനെ LLBക്ക് പഠിച്ചുകൊണ്ടിരുന്നതാണ്. പലിശ മേടിച്ച് കൂട്ടി പഠിപ്പിച്ചു. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ അവൻ മരിച്ചു. ആ കുടുംബം തീർന്നു. പറയുള്ളവർ, ആ ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു, ആ കുടുംബത്തിൽ ആരുമില്ല. ഇപ്പോൾ എല്ലാം തീർന്നു. അന്യൻ്റെ അർഹതയില്ലാത്ത സ്വത്തുണ്ടെങ്കിൽ ഇന്ന് സക്കായി പറഞ്ഞ പോലെ പറ, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ 4 മടങ്ങ് മടക്കി കൊടുക്കാം. നമ്മുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കുന്ന വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും കണ്ണുനീര് ചാടിയിട്ടുണ്ടെങ്കിൽ, അപ്പനെ വേദനിപ്പിച്ച് വീതം വെച്ച് കൂടുതൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരനെ പറ്റിച്ച് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, പലിശ മേടിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ, കള്ള് വിറ്റ് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നേറ്റ് പറ, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഞാൻ മടക്കി കൊടുക്കാം. അടുത്ത വാക്യം കേട്ടേ, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. അത് ബൈബിളിലെ വാക്യാ. ഒന്ന് വായിച്ചേ, വിശുദ്ധ ലൂക്കോസ് 3:11 വായിച്ചേ. വിശുദ്ധ ലൂക്കോസ് 3:11 വായിച്ചേ. സക്കായിക്ക് ഇത് എവിടെ നിന്നാ കിട്ടിയത്? എന്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. അവൻ 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം. 2 വസ്ത്രമുള്ളവൻ ഒരെണ്ണം ഇല്ലാത്തവന് കൊടുക്കണം. 2 ഏക്കർ ഉണ്ടെങ്കിൽ 1 ഏക്കർ, 2 പവൻ ഉണ്ടെങ്കിൽ 1 പവൻ. യേശു പറയുകയാണ്, ഇവൻ അബ്രഹാമിന്റെ മകനാകയാൽ ഈ വീട്ടിന് രക്ഷ വന്നു. എപ്പോഴാണ് രക്ഷ വന്നത്? വസ്തുവകയിൽ പകുതി ദരിദ്രന്മാർക്ക് കൊടുത്തപ്പോഴാണ്. യേശുവിനെ സ്വീകരിച്ചപ്പോൾ രക്ഷ വന്നില്ല. യേശുവിൻ്റെ തോളോട് ചേർന്ന് നടന്നപ്പോൾ രക്ഷ വന്നില്ല. രക്ഷ വന്നത് അവൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു. അവനുള്ളതെല്ലാം കർത്താവിന് സമർപ്പിച്ചു. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല. എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടമെല്ലാം ഏക മനസ്സുള്ളവരായിരിക്കണം. എല്ലാം പൊതുവകയാണ്. തനിക്കുള്ളതൊന്നും തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. ഒന്നും ഇവിടെ സ്വന്തമില്ല കേട്ടോ. അതുകൊണ്ട് സഭ അവർക്ക് പൊതുവായിരുന്നു. അതുകൊണ്ട് സഭ ഇങ്ങനെ പാടിയത്, വേർപാടിൻ വേളയിൽ ആത്മം മെയ്യോടുര ചെയ്യും, എന്തുപകാരം എനിക്കേകി ഈ ദാന സമ്പാദ്യങ്ങൾ. മരിച്ചു പോണ സമയത്ത് ആത്മാവ് ഈ ജഡത്തോട് പറയുക, എന്തുപകാരം, നീ ഇങ്ങനെ സുഖലോലുപനായി ആഡംബരപ്രിയനായി നീ ഇങ്ങനെ ജീവിച്ചല്ലോ, എന്തുപകാരം ആത്മാവിനെ നേടി, എന്തുപകാരം എനിക്കേകി ദാന സമ്പാദ്യങ്ങൾ. എന്നിട്ട് സഭ ഇങ്ങനെ പാടുക, വാസസ്ഥലവും ധനവും ഞാൻ ഉടമസ്ഥർക്കേകി.
നമുക്കിവിടെ ഉടമസ്ഥാവകാശമുള്ളത് ഇങ്ങനെ സക്കായി ഇങ്ങനെ വാരിക്കൂട്ടി വെട്ടിപ്പിടിച്ചും ഒക്കെ കൂട്ടി വെച്ചു. സക്കായി അങ്ങോട്ട് വാരി വിതറി. പോകുന്നേ ഭീകര സിംഹാസന സവിതേ, എൻ്റെ കണക്കെല്ലാം ബോധിപ്പിക്കാൻ കണക്കെടുക്കേണ്ട ദിവസം ഉണ്ടിട്ടോ, ന്യായാധിപൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ദിവസം ഉണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാ ഈ കർത്താവിൻ്റെ വചനം എങ്ങനെ പറയുന്നത്. അടുത്ത വാക്യം മോളെ, സകലവും അവർക്ക് പൊതുവായിരുന്നു. ക്രിസ്ത്യാനിയേ, നമുക്കെല്ലാം പൊതുവയാണ്, പൊതുവകയാണ്. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. സുവിശേഷം ലോകം മുഴുവൻ എത്തി. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. നോക്കിക്കേ, അപ്പോസ്തലന്മാർ കാൽക്കൽ വെക്കും. പിന്നെ ഓരോരുത്തന് അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കണം. ഇങ്ങനെ വിഭാഗിച്ചു കൊടുക്കണം, ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കണം. കൂട്ടി വെക്കരുത് ക്രിസ്ത്യാനി. ഒരു മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക ഞാൻ കൂട്ടിവെച്ചിരിക്കുന്നു, ഞാൻ ആശ്വസിക്കും, ഞാൻ തിന്നും, ഞാൻ കുടിക്കും. ദൈവം ചോദിച്ചു, മൂഢ, കൂട്ടിവെച്ചവനെ ക്രിസ്ത്യാനിയെ ദൈവം വിളിച്ചത് മൂഢ. ഈ രാത്രി നിന്റെ പ്രാണനെ ദൈവം നിന്നോട് ചോദിച്ചാൽ നീ കൂട്ടിവെച്ചത് ആർക്കാ? അതുകൊണ്ട് ഇപ്പോഴാ സുപ്രസാദ കാലം, ഇപ്പോഴാ രക്ഷാ ദിവസം. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ ന്യായവിധിയിൽ നീ എങ്ങനെ തെറ്റിയൊഴിയും? സ്വർഗരാജ്യത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം, വിധി കുറഞ്ഞതുമാ ആ വഴി ഗമനം കാംക്ഷിപ്പോൻ അത്യുത്സാഹം അവശ്യം താൻ. അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശംവദനായി സ്വാത്മത്തെ സ്വയമേ നിഗനിക്കും. പിന്നെ യേശു അവനോട് സൽഗുണപൂർണനാകാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. ഇവിടെ കൂട്ടിവെക്കുന്നതൊക്കെ കണ്ണീരാണ്, കണ്ണീര്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പാടിയത്, കൊല്ലുന്നൊരു നഞ്ചവയൽ വെള്ളികൾ പൊന്നും നേടണ്ട. സഭ ഇങ്ങനെ പാടിയില്ലേ? നഞ്ചെന്ന് പറഞ്ഞ വിഷമാണ്. കൊല്ലുന്നൊരു നഞ്ചാവിയാൽ വെള്ളികൾ പൊന്നും നേടണ്ട. ബൈബിൾ ഇങ്ങനെ പറയുന്നു, സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നല്ലത്. ദാനധർമ്മം സകല പാപങ്ങളും തുളച്ചു നീക്കും. ദാനധർമ്മം മരണത്തിൽ നിന്ന് വിടുവിക്കും. ദാനധർമ്മം ജീവിതത്തിൽ പൂർണ്ണത ആസ്വദിക്കും. ഇവിടെ യേശു പറഞ്ഞു തന്നെയാണ്, നീ സൽഗുണപൂർണനാകാൻ ഇച്ഛിക്കുന്നെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. ഈ ഭൂമിയിലെ നിക്ഷേപങ്ങളൊക്കെ ഒന്ന് കുലുങ്ങിയാൽ തീരും. ഒന്ന് കൊടുങ്കാറ്റടിച്ചാൽ, ഒരു സുനാമി ഉണ്ടായാൽ. പ്രിയമുള്ളവരെ, കുലുക്കമുണ്ടായപ്പോൾ ഞങ്ങൾ പുത്തുമലയിൽ പോയി, പ്രിയമുള്ള മേപ്പാടിയിൽ പോയി. പ്രിയമുള്ളവരെ, അവിടെയൊക്കെ ചെന്ന് കണ്ടാൽ, പ്രിയമുള്ളവരെ, ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചത് മണ്ണിൻ്റെ അടിയിലാണ്. പ്രിയമുള്ളവരെ, കമ്പിലയിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ കപ്പയും ഇറച്ചിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ചെന്ന് അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു ചേട്ടൻ്റെ കണ്ണീക്കട കണ്ണീരൊഴുകുക. ഈ ഇറങ്ങണില്ല ബ്രദറെ, ഭക്ഷണം അതിനാ നിങ്ങളിപ്പോൾ പോകും, ഞങ്ങളിനി എങ്ങോട്ട് പോകും? ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചത് മണ്ണിൻ്റെ അടിയിലാണ്. നിശ്ചയമില്ലാത്ത തലത്തിലല്ലാട്ടോ, സർവവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ നിങ്ങൾ ആശ വയ്ക്ക്. നന്മ ചെയ്യുക, കൂട്ടായ്മ കാണിക്ക്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. യേശുവിൻ്റെ അടുക്കൽ വന്ന കുഷ്ഠരോഗി യേശുവിൻ്റെ കാൽക്കൽ കവിണ്ണ് വീണപ്പോൾ അവൻ്റെ ജാതിയും മതവും നോക്കാതെ അവനോട് മനസ്സലിഞ്ഞ് അവന് സൗഖ്യം കൊടുത്ത കർത്താവായ യേശു എന്താണ് പറഞ്ഞത്? നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക്, എന്നാൽ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതൊക്കെ നിക്ഷേപമാ, കൂട്ടിവെക്കുന്നതൊക്കെ കണ്ണീരാ, കൊടുക്കുന്നതൊക്കെ നിക്ഷേപമാ. അതുകൊണ്ട് വാരി വിതറ്. സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാകും. തലവണക്കാം, കണ്ണടയ്ക്കാം. കഴിഞ്ഞ അരമണിക്കൂർ സമയം കേട്ട വചനം, യേശു കൈ നീട്ടി കുഷ്ഠരോഗിയെ തൊട്ടു.
ഉടനെ അരനിമിഷ നേരം കൊണ്ട് ആ ഭയങ്കര വ്യാധി അവന് വിട്ടുപോയെങ്കിൽ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും രോഗികളായിട്ടുണ്ടോ? കടഭാരം അനുഭവിക്കുന്നവരുണ്ടോ? പുറത്ത് പറയാൻ നിവൃത്തിയില്ലാത്ത ചില വിഷയത്തിന്മേൽ നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? നിന്റെ ഭാരം ഏറ്റെടുക്കാൻ ഒരു യേശു വന്നിട്ടുണ്ട്. ആ യേശു അടുത്ത് വന്നിട്ടുണ്ട്. ഏത് പ്രതിസന്ധിയാകട്ടെ നിങ്ങൾ യേശുവിനെ വിളിക്കുക. എൻ്റെ യേശുവേ എന്ന് വിളിക്കുക. ആ കുഷ്ഠരോഗി വിളിച്ചതുപോലെ ഒന്ന് വിളിച്ച്, ആ കണ്ണുകുടനായി ബർത്തിയുമായി വിളിച്ച്, യേശുവേ ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ. ആ മനുഷ്യനോട് കരുണ തോന്നി പ്രിയമുള്ളവരെ. യേശു ലീഡർ 10 കുഷ്ഠരോഗികളെ യേശു വിളിച്ചു. യേശു മനസ്സിൽ 38 വർഷക്കാലം ബെസൈദ കുളക്കര കിടന്ന വ്യക്തിയുടെ അടുക്കൽ ചെന്ന്, മനസ്സുണ്ടോ നിനക്ക് സൗഖ്യമാകാൻ? ആ യേശു അടുത്ത് വരുന്നുണ്ട്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ, എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം നൽകുവാൻ യേശു മതിയാ. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും യേശുവിൻ്റെ ധനത്തെ തക്കവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. സമർത്ഥമായി ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഒന്നിനും കുറവില്ലാതെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ നിരാശ മാറ്റി നല്ല പ്രത്യാശ നൽകും. നിങ്ങളുടെ കുടുംബത്തിലെ ശാപം മാറ്റി അനുഗ്രഹം ദൈവം തരും. യേശുവിനെ വിളിക്ക്, യേശുവേ എന്ന് വിളിക്ക്. ഹൃദയം നുറുങ്ങി യേശുവിനെ വിളിക്ക്. മക്കൾക്ക് യേശുവിനെ കാണിച്ചു കൊടുക്ക്. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണപ്പാ. അവരുടെ മക്കളെ അനുഗ്രഹിക്കും, ജീവിത പങ്കാളി അനുഗ്രഹിക്കണമേ കർത്താവ് യേശുവേ. സെൻറ്റ് ജോൺസ് മിഷനെയും അതിൻ്റെ പ്രവർത്തനത്തെയും പ്രവർത്തകരെ അനുഗ്രഹിക്കണം. ഇന്ന് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത കുടുംബത്തെ അനുഗ്രഹിക്കണമേ. സകല വിശുദ്ധരെ, തമ്പുരാൻ്റെ അമ്മേ, പ്രത്യേകം പ്രാർത്ഥിക്കുന്ന റെക്കോർഡ് ചെയ്ത ജോബിയെ, അവൻ്റെ ജീവിത പങ്കാളിയെ, തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കും. വായിച്ചു തന്ന ആലീസിനെ കുടുംബമായി അനുഗ്രഹിക്കണപ്പാ. ഇതിനു വേണ്ടി സമ്പത്ത് ചെലവിട്ട കുടുംബത്തെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എല്ലാവരും ഹൃദയത്തോടെ ചേർത്ത് വെച്ച് നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നമ്മൾ ഈ കേട്ട വചനം നമ്മുടെ ഉള്ളിലേക്ക് മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ വചനം നമ്മുടെ ഉള്ളിൽ കത്തുവാൻ, നമ്മുടെ അടഞ്ഞ ഹൃദയത്തെ, അടഞ്ഞ ഉൾക്കണ്ണുകളെ തുറക്കുന്ന ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ള വചനം നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുവാൻ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പുരോഹിതൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ, നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളോടുകൂടെ, സെൻറ്റ് ജോൺസ് മിഷൻ ധ്യാന കേന്ദ്രത്തോടുകൂടെ, നമ്മുടെ പരിശുദ്ധ സഭയോടുകൂടെ എന്നുമെന്നാളുണ്ടായിരിക്കുമാറാകട്ടെ.